ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി ബ്ലോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക്, നല്ലൊരു ദിവസത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ എന്താ പറയാതെ ആലോചിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട, ഈ കൊച്ചെന്താ എപ്പോഴും വന്നിട്ട് എന്താ പറയാന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പറയാനായിട്ട് നമുക്ക് ഒരുപാട് കാരണങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ചുറ്റുപാടും ഉള്ളവരിലുണ്ട്. നമ്മൾ ഓരോന്നും നമ്മൾ കണ്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന വ്യക്തികളാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറിയൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഉള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നുമില്ല, ഏകദേശം ഒരു 7-8 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോഴതിൻ്റെ തലേന്ന് ഞങ്ങൾ വീട്ടിൽ നമ്മൾ പ്രസൻറ്റേഷനൊക്കെ കൊടുക്കേണ്ട ഇതൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മുമ്പിൽ, ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വലിയൊരു ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വന്നു. എന്നോട് ഒരാൾ ചോദിച്ചു, എനിക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ എന്തുണ്ട്, ആരുണ്ട്? സത്യം പറഞ്ഞാൽ അതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു ചോദ്യമായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ അന്ന് എനിക്ക് പറയാനുള്ള എൻ്റെ കൈമുതലെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഈ ലോകത്ത് എനിക്ക് ഇന്നാളുണ്ട്, അവരുണ്ട്, ഇവരുണ്ട് എന്നൊന്നും ഞാൻ അവകാശപ്പെടുത്തില്ല. എനിക്ക് ഞാനുണ്ട്, പിന്നെ എനിക്ക് കൂട്ടിന് എൻ്റെ മോനുണ്ട്, അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. അവിടെ നിന്ന് തുടങ്ങിയ ആ ഒരു ജീവിതം ദാണ്ട് ഇന്ന് ഈ നിമിഷം വരെ വന്ന് നിൽക്കുമ്പോൾ ഇന്ന് ഒരുപാട് പേര് എൻ്റെ കൂട്ടിനുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്താ പറയുക, എന്നോട് ആവശ്യത്തിലധികം സ്നേഹം അഭിനയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്നും ഇന്നും എൻ്റെ നെഞ്ചോട് ഞാൻ ചേർത്ത് വെക്കുന്നത് എൻ്റെ മക്കളെ മാത്രമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സമയത്ത്, ഞാൻ ഒന്നുമല്ലാതിരുന്ന സമയത്ത്, ഇപ്പം ഞാൻ എന്തെങ്കിലും ആണെന്നല്ല പറയുന്നത്, അതായത് ഇപ്പം എനിക്ക് എന്താ പറയുക, ജോലി ചെയ്യാൻ ദൈവം സഹായിച്ചൊരു ജീവിതമാർഗ്ഗം എൻ്റെ മുമ്പിലുണ്ട്, എനിക്ക് മുമ്പോട്ട് പോകാം എന്നുള്ളൊരു ഉറപ്പ് എൻ്റെ മുമ്പിലുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്തും, ഞാൻ ഒറ്റപ്പെട്ടിരുന്ന സമയത്തും എനിക്ക് ചേർത്ത് പിടിക്കാനും എൻ്റെ സങ്കടങ്ങൾ പറയാനും അമ്മയ്ക്ക് ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് എനിക്കൊരു ധൈര്യം തന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും എന്നെ പ്രേരിപ്പിച്ച ഏക ഘടകം എൻ്റെ മക്കൾ മാത്രമാണ്. ഇന്നത്തെ കാലത്തെ മക്കളെന്ന് പറഞ്ഞാൽ ഒരുപാട് ആർഭാട ജീവിതങ്ങളും അത് വേണം ഇത് വേണമെന്ന് പറയുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളും ഇന്നത്തെ കാലത്ത് ജനിച്ച കുഞ്ഞുങ്ങൾ തന്നെയാണ്. അവർക്കറിയാം എൻ്റെ അവസ്ഥ അറിഞ്ഞത് കൊണ്ടായിരിക്കും അവരെന്നെ ഒരുപാടൊന്നും എന്നെ എന്താ പറയുക ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവർ മനസ്സിലാക്കി, ജീവിതത്തെ മനസ്സിലാക്കി ഓരോ സാഹചര്യങ്ങൾ പൊരുത്തപ്പെട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് പോയി. അപ്പോഴും നമ്മളും ഇതുപോലെ, നിങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേരിട്ട ഒരു അനുഭവമാണ്. പക്ഷേ ഇന്ന് ഞാൻ ചുറ്റിനും നോക്കുമ്പോൾ ഒരുപാട് പേരുണ്ട്. സുഖമാണോ, എങ്ങനെയുണ്ട്, ജോലിക്ക് എളുപ്പമാണോ, പോയ കടങ്ങളൊക്കെ തീരാറായി, ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് സുഖാന്വേഷണങ്ങളും ഒക്കെ എൻ്റെ ചുറ്റിനും ഇങ്ങനെ നടക്കുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ അവരൊന്നും ഒരിക്കലും ഞാനെന്ന വ്യക്തിയെ മനസ്സിലാക്കിയിട്ടോ, ഞാനെന്ന വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടോ സംസാരിക്കുന്നവരല്ല. അവരൊക്കെ കുറേ ഡിമാൻഡ് ബാക്കിൽ വെച്ചിട്ടാണ് അവർ സുഖമാണോ, എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് അമ്മ സുഖമാണോ, അമ്മ ഫുഡ് കഴിച്ചു, അമ്മ ഫുഡ് കഴിച്ചിട്ടേ കിടക്കാവുള്ളേ, അങ്ങനെ എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അന്നും ഇന്നുമുള്ളൊരു വികാരം മാതൃത്വം. അമ്മ എന്നുള്ള പദവിയിൽ ദൈവം എന്നെ കൊണ്ടിരുത്തിയപ്പോൾ അതിൽ ഞാൻ വളരെയേറെ ഭാഗ്യം ചെന്നൊരമ്മയായിട്ട് ഞാൻ അഭിമാനിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആരുണ്ട്, നിനക്കാരുണ്ട് ഈ ലോകത്ത് എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ് ദാണ്ട് എവിടം വരെ വന്ന് നിൽക്കുന്നത്. ഇതേ കണക്ക് നമ്മൾ നമ്മളോടും ചോദിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിരലിൻ്റെ തുമ്പിൽ ഇങ്ങോട്ട് കയറരുത്, നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ, നമ്മളെ പുച്ഛിച്ച് തള്ളി
എന്താ പറയുക, ഒരു മാനസിക പരിഗണന പോലും നമുക്ക് തരാതെ നമ്മൾ പുറന്തള്ളുന്നവരുടെ മുമ്പിൽ അടിയുറച്ച് വിശ്വസിക്കുക, ദൈവം നമ്മളെ, ഞങ്ങളുടെ ബൈബിൾ വാക്യമുണ്ട്, ഒന്നുമില്ല, വേറൊന്നുമല്ല, നമ്മളെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ ദൈവം നമ്മളെ കൊണ്ടു നിർത്തും. എന്തിനാണെന്നറിയാവോ? എന്തിനാ? അവരോട് പകരം വീട്ടാനല്ല, അവർ കാണണം. വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ പുച്ഛിക്കുകയും പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത വ്യക്തിയുടെ മുമ്പിൽ അവർ ദൈവം കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം? അവർക്ക് വിശാലമായ രീതിയിലെ സൗകര്യങ്ങൾ, നല്ല ഭക്ഷണം കൊടുക്കുക. നമ്മളോട് ചെയ്തതുപോലെ തിരിച്ച് അവരോട് പെരുമാറാതിരിക്കുക. ചിരിച്ച മുഖത്തോട് മാത്രം അവരോട് സംസാരിക്കുക. ഇതായിരിക്കും എൻ്റെ അനുഭവത്തിൽ മധുരമായ പ്രതികാരം. ഒരിക്കലും അടിക്ക് പകരം അടി, മോശം വാക്കുകൾക്ക് പകരം മോശം വാക്ക് ഇല്ല. അത് വളരെ എന്താ പറയുക, നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. അവർ ചെയ്തതുപോലെ നമ്മളും തിരിച്ച് ചെയ്യാൻ വേണ്ടി ചിന്തിച്ച് കഴിഞ്ഞാൽ അവരും നമ്മളുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ ദൈവം അങ്ങനെ ഒരു അവസരം തരുമ്പോൾ അങ്ങനെ ചിന്തിക്കുക. എല്ലാവരെയും വിളിക്കുക, നമ്മളെ എന്താ പറയുക, ചേർത്ത് നിർത്തിയവരെ വിളിക്കുക, കുറ്റപ്പെടുത്തിയവരെ വിളിക്കുക, പുച്ഛിച്ചവരെ വിളിക്കുക. നിനക്ക് എന്ത് യോഗ്യത ഉണ്ടടി എന്ന് ചോദിച്ചവരോട് അവരെ വിളിക്കുക. ഈ വാക്കുകളൊക്കെ ഞാൻ പറയണത് ചുമ്മാതെ ഡിക്ഷണറി നോക്കിയൊന്നും പറയുന്നില്ല. എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേരിടേണ്ടി വന്ന അനുഭവമാണ്. ഓക്കെ, അപ്പോഴിവരെയൊക്കെ വിളിക്കാം. നമ്മുടെ സങ്കടത്തിൽ ഇവരാരും ഉണ്ടായിട്ടില്ല, നമ്മുടെ സന്തോഷത്തിൽ നമ്മൾ അവരെയും കൂടെ പങ്കുകാരാക്കുക. അവർ വരട്ടെ, അവന് നമ്മളോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കട്ടെ. നമ്മുടെ സന്തോഷത്തിൽ അവരെ പങ്കെടുപ്പിക്കുക, വിളിക്കുക, മനസ്സറിഞ്ഞ് വിളിക്കുക, വരുന്നവർ വരട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെ സ്നേഹിക്കുക. ഞാൻ എന്നെ സ്നേഹിച്ചാൽ മാത്രമേ, ഞാൻ എന്നെ ബഹുമാനിച്ചാൽ മാത്രമേ, ഞാൻ എന്നെ പരിഗണിച്ചാൽ മാത്രമേ ഈ സമൂഹം മുഴുവൻ എന്നെ അവഗണിച്ചാലും എനിക്ക് നിലനിൽക്കാൻ പറ്റൂ. ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എന്നെ ഒരുപാട് പരിഗണിക്കുന്നുണ്ട്, ഞാൻ എന്നെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്, ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കണം. ഈ ലോകം മുഴുവൻ നമുക്കെതിരെ നിന്നാലും, നമുക്കെതിരെ നിന്ന് വിരൽ ചൂണ്ടിയാലും, നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ പോകുന്നത് കറക്റ്റാണ്, ശരിയായ വഴിയിലൂടെ തന്നെയാണ് ഞാൻ പോകുന്നതെന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറപ്പുള്ളിടത്തോളം കാലം മുമ്പോട്ട് പോവുക. നമുക്ക് ചുറ്റും നിന്ന് നമ്മളെ ചീത്ത വിളിക്കുകയും പഴി പറയുകയും മോശം വാക്കുകൾ പറയുകയും ചെയ്യുന്നവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മറുപടി കൊടുക്കാൻ പോട്ട. മനസ്സിലായില്ലേ? പുച്ഛിക്കുന്നവരോട് പറയുക, താൻ പുച്ഛിച്ചോളൂ, പക്ഷെ കുറച്ച് മാറി നിന്നിട്ട് പുച്ഛിച്ചോ, എനിക്ക് മുമ്പോട്ട് പോകണം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോവാം. എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിരിക്കട്ടെ, നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ എന്താ പറയുക, ഇവിടുത്തെ കാലാവസ്ഥ വളരെ വളരെ ശോചനീയമായി കൊണ്ടിരിക്കും. ഓരോ ദിവസം കഴിയുന്തോറും തണുപ്പ് കൂടുന്നു. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 4 മാസം നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് പോകണം. അങ്ങനെ ഇരിക്കുന്നു. അന്നേരം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻസുകൾ കമൻറ്റ് ബോക്സിൽ ഇടണം. തീർച്ചയായിട്ടും ഞാനതിന് റിപ്ലൈ തരുന്നുണ്ട്. റിപ്ലൈ തരാതെ ഒരു കമൻസും ഞാൻ വിടുന്നില്ല. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നു, ഞാൻ സുന്ദരിയാണെന്ന്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഞാൻ സുന്ദരിയാണ് എന്ന് ഞാൻ മറന്നുപോയിരുന്നൊരു വ്യക്തിയാണ്, ഞാൻ സുന്ദരിയാണ് എന്നുള്ള കാര്യം. പക്ഷേ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചതിനും എനിക്കൊരു ഗ്രീറ്റിംഗ്സ് തന്നതിനും താങ്ക് യു സോ മച്ച്.